10 മിനിറ്റ് കൊണ്ടോ 10 ദിവസം കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്നതല്ല മുനമ്പത്തെ ഭൂമി പ്രശ്നം. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതേയുള്ളൂ മുനമ്പത്തെ ഭൂമി പ്രശ്നം എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ബില്ല് നിയമമാകുന്ന നിമിഷം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞത് സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും BJP നേതാക്കളും. ഇത് രണ്ടും സാധ്യമല്ലാത്തതിനുള്ള പ്രധാന കാരണം മുൻ ആധാരങ്ങളുടെ അവ്യക്തതയാണ്. ആ അവ്യക്തത ആരംഭിക്കുന്നത് സേഠുവിന്റെ കുടുംബം ഫാറൂഖ് കോളേജിന് ഭൂമി വിട്ടു നൽകിയപ്പോഴല്ല. അതിനും മുമ്പ് തിരുവിതാംകൂർ രാജാവ് 404 ഏക്കർ സ്ഥലം അബ്ദുൽ സത്താർ മൂസ സേഠിന് നൽകിയപ്പോൾ തന്നെ ആ ഒരു പ്രശ്നമുണ്ട്. പറവൂർ കോടതിയിലെ കേസ് നടക്കുന്ന കാലത്ത് ഭൂമി വഖഫ് ആണെന്ന നിലപാടിലായിരുന്നു ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ്. ശരിക്കും വിചാരണ കോടതിയിലെടുത്ത ഈ നിലപാടാണ് ആ വിധിയെ തന്നെ സ്വാധീനിച്ചത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി എങ്ങനെ വഖഫ് ആകും എന്ന ചോദ്യം ഇതോടെ ആദ്യം ഉയർന്നു. വഖഫായ ഭൂമി എങ്ങനെ വിറ്റു എന്നത് രണ്ടാമത്തെ ചോദ്യവും. അതോടെയാണ് ഈ കോളേജ് വഖഫ് അല്ല എന്ന് പറയുന്നത്. വഖഫ് അല്ല എങ്കിൽ എങ്ങനെ ഭൂമി കൈവശം വന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. കൈവശക്കാർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു തന്നെ തിരുവിതാംകൂർ രാജകുടുംബം നൽകിയ പാട്ടക്കരാർ ഉയർന്നു വരും. ആ അവകാശം നൽകേണ്ടതുള്ളപ്പോൾ എങ്ങനെ മുഹമ്മദ് സേഠ് സ്വന്തം പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു എന്നതും പരിശോധിക്കേണ്ടി വരും. മുന്നാധാരത്തിൽ ആ അവകാശം പറയുമ്പോൾ തന്നെ എങ്ങനെ ഫാറൂഖ് കോളേജിന് കൈമാറി എന്നും വ്യക്തമാക്കേണ്ടി വരും. ഫലത്തിൽ 1902 മുതലുള്ള ആധാരങ്ങളുടെ തീർപ്പിന് വിധേയമാണ് മുനമ്പം ഭൂമി പ്രശ്നം. അത് പുതിയ നിയമം വന്നാലും പരിഹരിക്കാൻ കഴിയില്ല എന്ന സത്യമാണ് കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ വന്നപ്പോൾ പറയേണ്ടി വന്നത്. മുനമ്പം കുടിയേറ്റ മേഖലയേക്കാൾ സങ്കീർണമാകുന്നത് 1902 മുൻപ് തന്നെ അവിടെ താമസക്കാർ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അതിന് രേഖയുമുണ്ട്. 1.5 മുതൽ 2 നൂറ്റാണ്ട് മുൻപ് വരെ മുനമ്പത്തെ തർക്കഭൂമിയിൽ താമസക്കാരുണ്ട്. അവരുടെ പിന്മുറക്കാർക്ക് ഭൂമി ലഭിക്കണം എന്ന് പറയുന്നതാണ് മാനുഷിക നിലപാട്. പക്ഷേ അങ്ങനെ ഒറ്റ തീർപ്പിൽ ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ തർക്കവുമായി വന്നവർ പറയുന്നതാണ് ശരി എന്ന കോടതി വിധികളാണ് നിലവിലുള്ളത്. ഇതനുസരിച്ചാണ് ഭൂനികുതി പിരിക്കുന്നത് കോടതി തടഞ്ഞതും. കോടതിക്ക് ബോധ്യം വരുന്ന രീതിയിൽ പറഞ്ഞു സ്ഥാപിച്ചാലല്ലാതെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടില്ല. 10 മിനിറ്റ് കൊണ്ടും ഒറ്റ നിയമം കൊണ്ടും പരിഹരിക്കാമെന്ന് പറയുന്നവർക്ക് 604 കുടുംബങ്ങളിലെ വോട്ട് മാത്രമാണ് ലക്ഷ്യം. ആ 604 കുടുംബങ്ങൾ വഴി അവരുടെ സമുദായങ്ങളെ തന്നെ കയ്യിലെടുക്കാം എന്നതാണ് ആഗ്രഹം.